ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാൻ അന്റോണിയോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. ഒരു ചെറിയൊരു സ്ഥലമാണത്, ഒരു ഗ്രാമം പോലൊരു സ്ഥലമാണ് സാൻ അന്റോണിയോ, ടെക്സാസ് സ്റ്റേറ്റിലാണ്. അവിടെ എന്നെ വലിയൊരു വണ്ടിയിൽ ഒരു ചേട്ടൻ ആ ധ്യാന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ചേട്ടനെ കണ്ടപ്പം തന്നെ എനിക്ക് തോന്നി മഹാമർക്കടമുഷ്ടിയും പോക്കരിയും കള്ളുകുടിയനും ആകാൻ സാധ്യതയുള്ള ഒരു ചേട്ടനാണ്. മുഖപ്രകൃതം കാണുമ്പോൾ അറിയാം. ദൈവമേ, ഞാനങ്ങനെ വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണ് കൊന്തയിലേക്ക് കൊണ്ട്. കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഉടനെ ആ ചേട്ടൻ, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിചാരിച്ചൊരു നേരെ വിപരീത സ്വഭാവം. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ചേട്ടത്തി പിന്നെ പിള്ളേർ 2 പേര് 4 പേര്. അപ്പോൾ 15 ഒരു സാൻജി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ആ അപ്പൻ കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇവളാണ് ഈ കുടുംബത്തിലേക്ക് രക്ഷ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവാണ് രക്ഷ. നിങ്ങൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ റിയാക്ഷൻ. തിയോളജിക്കലി തെറ്റാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ച്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവം ഇല്ല, ഇതാണ് എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. സയൻസാണ് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള കാര്യം. സയൻസ് മതി, ദൈവവും ദൈവവിശ്വാസം വേണ്ട. വൈദികർ തട്ടിപ്പാണ്, സഭ തട്ടിപ്പാണ്. പള്ളിയൊക്കെ വെറുതെ ഒരു സോഷ്യൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പള്ളി. അല്ലാതെ ഈ പറഞ്ഞ ദൈവികമായ കാര്യമൊന്നും ഈ പള്ളിയിലില്ല. ഇതിങ്ങനെ എല്ലാവരും കൂടെ ഒരു സംവിധാനം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകണം, ഇത്രേ ഉള്ളൂ. ഇതിന് എത്ര വില കൽപ്പിച്ചാൽ മതി. അല്ലാതെ കണ്ടവാ നമ്മളൊന്നും അതിന് വില കൊടുക്കാൻ പോകണ്ട. ഇരുന്നോട്ടെ ഒരു സ്ഥാപനം, നമുക്ക് മരിച്ചാൽ അടക്കണം, ഒരു സ്ഥലം വേണമല്ലോ. അതുകൊണ്ട് ഒരു സംവിധാനം ഇരുന്നോട്ടെ, ഇല്ലാതാക്കണ്ട. ഇത്രയൊക്കെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. എന്നോട് പള്ളിയിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. കള്ളു കുടിക്കരുത്, ഞാൻ കള്ളു കുടിക്കും. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ അത് അച്ഛന്മാരല്ല, ഞാനാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പോക്കൻ സ്വഭാവക്കാരനായിരുന്നു ഞാനെന്ന് ആ ചേട്ടനോട്. അത് ഞാൻ പറഞ്ഞു, ഐ ആം ആൻ എത്തീസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിനോദമാണ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് മദ്യങ്ങൾ കുടിക്കുക. 4 ഷോപ്പുണ്ട്, 4 ഷോപ്പിൽ മദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. നല്ല പണമുണ്ട്. മദ്യമൊക്കെ വിറ്റോ എങ്ങനെയാണെന്നറിയില്ല, ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് വണ്ടിയിൽ നടക്കുക, ഏറ്റവും ടോപ്പായി ജീവിക്കുക, ടോപ്പായി ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യുക, അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ ആളുകളൊക്കെ കൂടുമ്പോൾ അതിനകത്ത് ഏറ്റവും മെയിൻ സ്ഥാനത്ത് നിൽക്കുക, ഇങ്ങനെ നല്ല ടോപ്പായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് 8ാം ക്ലാസ്സിൽ പഠിക്കാൻ, അല്ലെങ്കിൽ 13 വയസ്സുള്ള സാൻഡി എന്ന് പറഞ്ഞ കുട്ടി ഇതുപോലെ വചന ശുശ്രൂഷയെ കൂടി. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടി. ഉടനെ സാൻഡി വീട്ടിൽ ചെന്നപ്പോൾ സാൻഡി കണ്ടത് സാൻഡിയുടെ കുടുംബം മുഴുവനും ആത്മനാശത്തിലേക്ക് പോകുന്ന ആളുകൾ തങ്ങുന്ന ഇടമായിട്ടാണ്. സാൻഡിയുടെ ചേട്ടനുണ്ട്, 10ാം ക്ലാസ്സുകാരനാണ്, സാൻഡി 8 ആയിട്ടുള്ളൂ. അവൻ എത്തീസ്റ്റാണ്, അവന് ദൈവത്തിൽ വിശ്വാസമില്ല. അപ്പൻ എങ്ങനെ അതുപോലെ തന്നെ മകനും. അപ്പൻ എത്തീസ്റ്റ്, ചേട്ടൻ എത്തീസ്റ്റ്, അമ്മയും അതുങ്ങളുടെ ഇടയിൽപ്പെട്ടിട്ട് അതേപോലെ ആ ട്രാക്കിൽ പോവുക. അമ്മയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല അവിടെ. അപ്പോൾ പിന്നെ കള്ളൊക്കെ കുടുംബം ചില കുടിക്കാമെന്നല്ലാതെ വേറെ അമ്മ പറഞ്ഞപ്പോൾ ഞാനൊരാൾ നോക്കിയിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. എല്ലാം പോയി, അമേരിക്കയിലുമായി, നീ പിന്നെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോവുക. അപ്പോഴാണ് ഈ 8ാം ക്ലാസ്സിലെ ഈ കുട്ടി വചനം കേട്ട് വീട്ടിൽ വന്നപ്പോൾ കുടുംബത്തിലെ അമ്മയും അപ്പനും ചേട്ടനും എല്ലാവരും ദൈവത്തെ നഷ്ടപ്പെട്ടവ, ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുന്ന ജീവിതമായിട്ട് കണ്ട്. ഒരാളോട് മിണ്ടാൻ പറ്റില്ല, കാരണം അത്രയും ലോജിക്കലായിട്ട് സംസാരിക്കുന്നവരാണ് അപ്പനും ചേട്ടനും. എത്തീസ്റ്റുകളാണ്. ആ അപ്പൻ തന്നെ എന്നോട് പറഞ്ഞെങ്ങനെയാണ്, ഏതെങ്കിലും വിശ്വാസത്തിൽപ്പെട്ടവരെ യേശുവിലേക്ക് കൊണ്ടേ എളുപ്പമാണ്. പക്ഷെ ഒരു വിശ്വാസമില്ലാതെ യുക്തിവാദികളും എത്തീസ്റ്റ് ആയിട്ടുള്ളവരെ, വെറും സയൻസ് മാത്രം വിശ്വസിക്കുന്നവരെ ദൈവവിശ്വാസത്തിൽ കൊണ്ടുവരണമെങ്കിൽ നല്ല പാടാ. ഇത് അപ്പനറിയാം. ഇതാണ് സാൻഡി കാണുന്നത് സാൻഡിയുടെ കുടുംബത്തിൽ. അതെന്ത് ചെയ്തു? അത് കർത്താവിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ അപ്പനെ നരകത്തിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മയെ നരകത്തിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ചേട്ടൻ നരകത്തിൽ പോകാൻ സമ്മതിക്കില്ല. അത് രാത്രിക്ക് 2 മണിക്കൊക്കെ ടൈം പീസ് വെച്ച് എഴുന്നേറ്റ് 2 തൊട്ട് 3 വരെയൊക്കെ അതിങ്ങനെ കൈ വിരിച്ച് പിടിച്ച് അത് കിടക്കണ മുറിയിൽ മെറ്റൽ വിരിച്ചിട്ട്, ചരളല്ല മെറ്റൽ പോലെ സാധനമാണത്, അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുമേൽ നിന്ന് അപ്പന് വേണ്ടി കണ്ണീരൊഴുക്കി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പരിശുദ്ധാത്മാവ് വരാത്തിടത്തോളം കാലം ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ പിന്നെ അത് ഇതല്ലാതെ വേറൊരു വിചാരം ഉണ്ടാവില്ല മക്കളെ. കമ്പ്യൂട്ടർ കളിക്കണം, ഗോട്ടിയല്ല മൊബൈൽ കളിക്കണം. പണ്ടത്തെ ഗോട്ടിയൊന്നും ഇല്ല. മൊബൈൽ കളിക്കണം, കമ്പ്യൂട്ടർ ഗെയിം കയറണം, പിന്നെ ഈ ഇങ്ങനെ വീർത്ത് വരുന്ന ഭക്ഷണം കഴിക്കണം. അങ്ങനത്തെ അതിലല്ലാതെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട മകനാണ്, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കോ. ഞാനിത് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം വരികയാണെങ്കിൽ ആ ദേഷ്യം ഞാൻ ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതിന് ആ സാൻഡിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ ആ സാൻഡിയുടെ സന്തോഷം അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി. കാരണം ഈ ഏറ്റവും ആദ്യത്തെ ലോകം നമ്മുടെ കുടുംബത്തിൽ 3 പേര് നിത്യനാശത്തിലാണ്. പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റില്ല. വൈദികരെപ്പോഴും കുറ്റം പറയും വീട്ടിൽ ഇരുന്ന്. കാരണം വൈദികരെ പള്ളി പോകും, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കും, വീട്ടിൽ വന്ന് എല്ലാം പൂരം ചീത്ത പറയും. ഇത് ഈ സാൻഡി കണ്ടുകൊണ്ടിരിക്കും, 8ാം ക്ലാസ്സിലെ കുട്ടി. ഈ സാൻഡി പറഞ്ഞ് എൻ്റെ അപ്പൻ ഇങ്ങനെ പോയാൽ നരകത്തിൽ പോകും. ആദ്യം അപ്പന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര പ്രാർത്ഥിച്ചിട്ടും അപ്പനെ മാറ്റം വരുന്നില്ല. അപ്പോൾ ആ സാൻഡി വീണ്ടും ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ അപ്പനെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മ വേറൊരു വഴി പറഞ്ഞു കൊടുത്തു. വെഞ്ചിരിച്ച വെള്ളം അപ്പൻ്റെ നെറ്റിയെ കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ വെളുപ്പിന് 2 തൊട്ട് 3 വരെ പ്രാർത്ഥിച്ചിട്ട് 3 മണിയൊക്കെ ആകുമ്പോൾ അപ്പൻ്റെ മുറിയിലേക്ക് പതുക്കെ ചെല്ലും. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ അപ്പനിങ്ങനെ കള്ളു കുടിച്ചിട്ടൊക്കെയാണല്ലോ, അങ്ങനെ സാധനം ലിറ്റർ കണക്കിനല്ല, ബാരൽ കണക്കെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ സ്റ്റോക്കുണ്ട് വീട്ടിൽ. ഒരു തവണ പെട്ടെന്ന് എടുത്തപ്പോൾ 47 കുപ്പി കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റോക്ക് ഉണ്ടാവും ശരിക്കുള്ള ഓരോ സമയത്തൊക്കെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഇതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ കുട്ടി അപ്പൻ്റെ കടക്കേടെ അടുത്ത് പോയി മുട്ടുമ്പോൾ നിന്ന് ഇതൊക്കെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് ഹോളി വാട്ടർ കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് അപ്പൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കും. അപ്പം പറഞ്ഞെങ്ങനെയാണ്, ഒരു ദിവസം ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നെറ്റിയെ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം തുറന്ന് ഒരു ദിവസം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയാണ് നിൽക്കുന്നത്. ഈ അപ്പനെ കുറേ കഴിഞ്ഞപ്പോൾ അപ്പം പറയാണ്, എനിക്ക് മദ്യപിക്കാൻ പറ്റണില്ല. പക്ഷെ ദൈവത്തിലേക്കൊന്നും വന്നില്ല, മദ്യപിക്കാൻ പറ്റണില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദ്യപിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് മൈ ഫ്രീഡം, മദ്യപിക്കണ്ട. അപ്പോൾ അദ്ദേഹത്തിന് പിന്നത്തെ ഇൻട്രസ്റ്റ്, പിന്നെ സന്തോഷം മദ്യക്കുപ്പികളൊക്കെ നിരത്തി വെച്ച് അതൊക്കെ നോക്കി ഈ ഒരു നല്ല കർഷകൻ കൃഷി നോക്കിയിട്ട് സന്തോഷിക്കുന്ന മാതിരി സന്തോഷിക്കുന്ന പോലെയായിരുന്നു. ഏറ്റവും വില കൂടി പല ടൈപ്പ് വെറൈറ്റി, ഹോങ്കോങ്ങിൽ നിന്ന് കൊണ്ടുവന്നത്, ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നത്, പിന്നെ അങ്ങനെ പല ജർമ്മനിയിൽ പല സാധനങ്ങളുണ്ട്. അതെല്ലാം വെറൈറ്റി ആയിട്ട് വെച്ച് അതൊക്കെ ഇടയ്ക്ക് നോക്കുക. എന്നിട്ട് ഓക്കെ അന്ന് പിന്നെ ജോലിക്കും. അതായിരുന്നു അതൊരു ഹരമാണ്. ആ അപ്പൻ്റെ വേറെ സന്തോഷം, ആളുകളെ വിളിച്ച് പാർട്ടി കൊടുക്കുക. ഒരുപാട് പാർട്ടി, ക്രിസ്മസ് പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, ആനിവേഴ്സറി പാർട്ടി, അങ്ങനെ പല പാർട്ടികളുണ്ട് ആ രാജ്യത്ത്. ഈ പാർട്ടികൾക്കൊക്കെ വന്നു പറഞ്ഞാൽ മെയിൻ മദ്യം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പൻ പറയാണ്, ഒരു ദിവസം തോന്നുകയാണ്, എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ട് പറയാൻ പോവാണ്, മദ്യപിക്കുന്നത് തെറ്റാണ്, മദ്യം ഇനി എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷനും മദ്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ തന്നെ ഇത് നല്ല ലോജിക്കലായുള്ള യുക്തിയുള്ള ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് നഷ്ടപ്പെടും. പക്ഷെ അദ്ദേഹം പറയാണ്, സാരമില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കൃപ കിട്ടാൻ തുടങ്ങി. അദ്ദേഹം പതുക്കെ കുമ്പസാരത്തിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ തുടങ്ങി. ആത്മീയ അഭിഷേകം കിട്ടി, വചനം നിറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ആത്മാവ് നിത്യരക്ഷയിലേക്ക് അടുക്കുന്നതനുസരിച്ച് പാപത്തോട് അലകലാൻ തുടങ്ങി. മദ്യം നിർത്തി, പാർട്ടി നിർത്തി, പാർട്ടിക്ക് മദ്യം കൊടുക്കണം നിർത്തി, അങ്ങനെയുള്ള ഓരോന്നും നിർത്തി വന്നു. ഒരു ദിവസം തോന്നി ഈ കുപ്പി എല്ലാം കൂടെ തല്ലിപ്പൊട്ടിച്ച് കളയണം. അങ്ങനെ ഒരു ദിവസം വീട്ടിലെല്ലാവരെയും വിളിച്ചു കൂട്ടി കുപ്പി തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് എടുത്തപ്പോൾ തന്നെ 47 കുപ്പി സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷനൊക്കെ നിർത്തിയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ, അപ്പോൾ ശരിക്കുള്ള കാലത്ത് എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പൊട്ടും പൊടിയെല്ലാം കൂടെ എടുത്തപ്പോൾ 47 കുപ്പി ഇരിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം കൂടെ കൂടി തല്ലി ഉടച്ച് പൊട്ടിച്ച് കളഞ്ഞു. വിശ്വാസം കൊണ്ട് നിറഞ്ഞ് മുട്ടുമേ അദ്ദേഹം നിന്ന് കരഞ്ഞ്, അദ്ദേഹം മുട്ടുമേ നിന്ന് ഞാനൊക്കെ നിന്ന് പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് ക്ഷീണമൊക്കെ വന്ന് നിൽക്കും. പക്ഷെ അദ്ദേഹം മുട്ടുമേ നിന്ന് കൈകൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. പണ്ട് പൗലോസിലേക്ക് പറഞ്ഞില്ലേ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അതേ ഒരു അരൂപിയിലാണ് ഈ അപ്പം പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ അമ്മയ്ക്ക് ഭയങ്കര വ്യത്യാസം വന്നു. ആ അമ്മയും അതേപോലെ തീയായി. അപ്പനും അമ്മയും ഈ സാൻജിയും 3 പേര് ഇന്ന് കർത്താവിൻ്റെ സാക്ഷികളാണ്. അപ്പം പറയാണ്, ഞാൻ ഇത്ര 47-57 വയസ്സായി, എൻ്റെ ഈ മോളില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ സ്ഥിതി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ നിത്യ നരകത്തിൽ നിബന്ധിക്കുമായിരുന്നു. ഈ മോളാണ് എൻ്റെ കുടുംബത്തിലേക്ക് രക്ഷ കൊണ്ടുവന്നത്. ഞാൻ യേശുവിനെ അറിഞ്ഞത് ഈ മോൾ വഴിയാണ്. ഞാൻ പാപത്തെ പാപമായി പുണ്യത്തെ പുണ്യമായി തിരിച്ചറിഞ്ഞ് ഈ മോൾ ജീവിച്ചിരിക്കണോണ്ടാണ്. എന്നിട്ട് അപ്പൻ സങ്കടത്തോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് വലിയ സങ്കടം, എൻ്റെ മകൻ 10ാം ക്ലാസ്സിലാണ്, അവന് ദൈവമില്ല,
അവന് വിശ്വാസമില്ല, അവൻ എത്തീസ്റ്റാം. അവനോട് എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല. അവൻ പറയണത് നേരെ എതിര്. അവൻ പറഞ്ഞു ഞാൻ അങ്ങനെ, അപ്പം പറഞ്ഞു ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ എങ്ങനെയാണോ അതേ അവസ്ഥയിലാണ് എൻ്റെ മകൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി. അതുകൊണ്ട് ഇപ്പോൾ ഇവർ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ അങ്ങനെ തമ്മിൽ ഉപദേശമൊന്നുമില്ല, പ്രാർത്ഥനയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു ഇടവകയിൽ ഒരു വികാരിയച്ഛനിലൂടെ മാത്രമാണ് ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നത് എന്ന് ചിന്തിച്ച് വശാകരുത്. അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ മാത്രമാണ് ലോകം മുഴുവനും ഇങ്ങനെ വചനം കേട്ട് ഓരോരുത്തരിലൂടെയും രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഓരോ എത്ര പ്രായം, 5 വയസ്സാണെങ്കിലും 7 വയസ്സാണെങ്കിലും 10 വയസ്സാണെങ്കിലും 13 വയസ്സാണെങ്കിലും 15 വയസ്സാണെങ്കിലും നമ്മളുടെ ദൈവരാജ്യ വേല വഴി രക്ഷപ്പെടേണ്ട ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. മാമോദീസ മുങ്ങി തിരിച്ചറിവ് കിട്ടുന്ന കാലം തൊട്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ദൈവരാജ്യ വേലയിൽ പങ്കാളിയാവുക. ദൈവരാജ്യ വേല എന്ന് പറയുമ്പോൾ വചനം സ്റ്റേജിൽ പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു ദൈവരാജ്യ വേലയാണ്. അതുപോലെ ഒരു 100,000 തരത്തിലുള്ള ദൈവരാജ്യ വേലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് മുട്ടുമേൽ നിന്ന് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സാൻഡി പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ് അല്ലെങ്കിൽ ദൈവവചനം കേട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ പാപത്തിൽ മുന്നോട്ട് നീങ്ങുന്നു, അമ്മ പ്രാർത്ഥനയില്ലാതെ ലോകപ്രകാരം മുന്നോട്ട് നീങ്ങുന്നു, ചേട്ടൻ വിശ്വാസമില്ലാതെ അവിശ്വാസിയായി മുന്നോട്ട് നീങ്ങുന്നു. അത് കണ്ടിട്ട് അതൊന്നും അത് അവരുടെ ഫ്രീഡം, അവരുടെ ജീവിതം, ഞാൻ അതിനകത്ത് ഇടപെടില്ല, ഞാൻ ധ്യാനം കൂടി, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ സ്വകാര്യ പ്രാർത്ഥന ചെയ്ത് പോയിക്കൊള്ളാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരിയായ ഒരു ആധ്യാത്മികതയല്ല. ശരിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ ഞാൻ മരിക്കുന്നത് വരെ ജീവിച്ചോളാം എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. മുറിവേൽക്കും എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന സഭയല്ല. തെരുവിലേക്ക് ഇറങ്ങി അല്പം മുറിവേറ്റാലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഓർക്കണം. ദൈവരാജ്യ വേല ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ചീത്ത കേൾക്കും, ചിലപ്പോൾ ചില ഈകഴ്ത്തലോ ദുഷിക്കലൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പെട്ടെന്ന് നടക്കണം നിർബന്ധമില്ല. ഒരാത്മാവ് പരുവപ്പെട്ട് വരാൻ, ഒരാത്മാവ് രൂപാന്തരപ്പെട്ട് വരാൻ, ഒരാത്മാവ് നിത്യരക്ഷയിലേക്ക് അടുക്കാൻ അതിനനുസരിച്ച സഹനങ്ങളും അതിനനുസരിച്ച നിന്ദനങ്ങളും നമ്മൾ വഹിച്ചേ മതിയാവും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന് വില നമ്മൾ കൊടുത്തേ മതിയാവൂ. ആ വിലയെടുക്കാൻ, ആ വേദന എടുക്കാൻ, ആ നിന്ദനം എടുക്കാൻ, ആ സഹനം എടുക്കാൻ നമ്മൾ തയ്യാറായി നാം കർത്താവിൻ്റെ ആ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ പിൻചെല്ലണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ പിഞ്ചല്ലാതെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പൻ നിത്യനാശത്തിൽ മരിച്ചാൽ, നമ്മുടെ അമ്മ നിത്യനാശത്തിൽ മരിച്ചാൽ, നമ്മൾ ഈ പുണ്യമൊക്കെ ചെയ്ത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ അപ്പൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ കാണും. നമ്മുടെ അമ്മയുടെ പാപത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ കാണും. നമ്മുടെ മക്കളുടെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ കാണും. എൻ്റെ ഇടവക ജനത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ദൈവം എന്നിൽ കാണും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉണർന്ന് നമുക്കൊരു ഹൃദയവേദന വേണം. സാൻഡി പറയുകയാണ്, ഞാൻ സാൻഡീനെ കണ്ടു, സാൻഡിയുടെ ഫാമിലിനെ കണ്ടു. അവർ ഭയങ്കര നല്ല തീഷ്ണമതികളാണ്. അതുകൊണ്ട് അവർ ഇപ്പോൾ കയ്യും മെയ്യും മറന്ന് വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക ഒരു കുടുംബമായി അവിടെ മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ആ സാൻഡീനെ കണ്ട് ചോദിച്ചു, സാൻഡി നീ 8ാം ക്ലാസ്സുകാരി, 13 വയസ്സുണ്ടാവും, നിനക്ക് എങ്ങനെ ഇത്രയും വലിയൊരു മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കും? അപ്പോൾ അത് പറയുകയാണ്, അച്ഛാ ഞാൻ മാനസാന്തരപ്പെടുന്ന പ്രതീക്ഷ, എനിക്ക് വേദന തോന്നി, ഇത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ അപ്പൻ്റെ ജീവിതം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തോന്നിയിട്ടുണ്ട്. ഞാൻ അപ്പനെ ഉപദേശിക്കാനും പോയിട്ടില്ല, ഒന്നും പറയാൻ പോയിട്ടില്ല, മദ്യത്തെക്കുറിച്ച് ഒരു വാക്കും മിണ്ടാൻ പോയിട്ടില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തോന്നി. എൻ്റെ അമ്മേനെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നിയിട്ടുണ്ട്. എൻ്റെ ചേട്ടനെ ഓർക്കുമ്പോഴും എനിക്ക് വലിയ വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദനയുടെ പേരാണ് ഹൃദയഭാരം, ആത്മഭാരം. നമുക്ക് ആത്മഭാരം വേണം. നെഹമ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൽ 2-3 വാക്യങ്ങൾ. ബാബിലോൺ ദേശത്ത് നെഹമ്യ ഇരിക്കുമ്പോൾ ജെറുസലേമിൽ
പ്രവാസത്തിൽ, അതായത് ബാബിലോൺ രാജാവ് വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് കീഴടക്കി ജെറുസലേമിലെ ദൈവജനത്തെ ഒരുവിധം നല്ല ആളുകളെ മുഴുവനും ബാബിലോണിലേക്ക്, ഇറാഖിലേക്ക് അടിമകളായി കൊണ്ടുപോയി. പിന്നെ ചട്ടും പൊട്ടും വലിയ കഴിവില്ലാത്തവരൊക്കെ കുറച്ച് പേരെ അവിടെ ഉപേക്ഷിച്ചിരുന്നു. അവർ ജെറുസലേമിൽ തന്നെ കിടപ്പുണ്ട്. ജെറുസലേം ദേവാലയത്തെ തീയിട്ട് നശിപ്പിച്ചു, അതിൻ്റെ കവാടങ്ങളൊക്കെ അഗ്നിക്കരയാക്കി, മതിലുകൾ ഇടിച്ചു പൊളിച്ച് തവിട് പൊടിയാക്കിയിട്ടു. അങ്ങനെ എല്ലാം തകർത്തതിന് ശേഷം ബാബിലോൺ രാജാവ് ഒരുവിധം ആരോഗ്യമുള്ള മുഴുവൻ ആളുകൾ അടിമകളാക്കി ഇറാഖിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഇറാഖിലേക്ക് പോകുന്നു. ഇപ്പോൾ നെഹമ്യ ഇറാഖിലാണ്, ബാബിലോണിലാണ്. അതുപോലെ ജനങ്ങളും ബാബിലോണിലാണ്, ഇറാഖിലാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജെറുസലേമിൽ നിന്ന്, ഈ താരമായി കിടക്കുന്ന ജെറുസലേമിൽ നിന്ന് കുറച്ച് ആളുകൾ ഈ ബാബിലോണിലുള്ളവരെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ നെഹമ്യ അവരെ കണ്ടു. എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദയായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നു. അന്ന് ഈ രാജാവ് കത്തിച്ച് തീയിട്ട് നശിപ്പിച്ച് ഇടിച്ച് പൊള്ളിച്ച് തവിട് പൊടിയാക്കിയിട്ടപ്പോൾ എങ്ങനെ തകർന്നു കിടന്നോ അതേപോലെ ചാരക്കൂമ്പാരമായി ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ 4-5 വാക്യം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ ഹനാനിയിലെ നമ്മുടെ നെഹമ്യായുടെ ഹൃദയം അങ്ങോട്ട് വേദനിച്ച്, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ മക്കൾ തകർന്നു കിടക്കുന്നു കേട്ടപ്പോൾ വചനം പറഞ്ഞെങ്ങനെയാണ്, ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചു. ഇതാണ് സാന്റി ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ആത്മാവ് തകർന്നു, ഒരു ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുന്നു, ഒരു ആത്മാവ് നിത്യനരകത്തിലേക്ക് പോകുന്നു. അല്ലയോ, ആ മനുഷ്യൻ്റെ ആത്മാവ് നിത്യനാശത്തിലാണല്ലോ എന്ന് തിരിച്ചറിവ് കിട്ടിയാൽ, ഈ വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ ദിവസങ്ങളോളം നിലത്തിരുന്ന് കരഞ്ഞു, വിലപിക്കുകയും ഉപവസിക്കുകയും. ഇതിൻ്റെ പേരാണ് ഹൃദയഭാരം, ആത്മഭാരം. ഇന്ന് നമുക്ക് ആത്മഭാരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പണം ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളയണത്. ഇത് നമുക്ക് ആത്മഭാരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സമയം ആവശ്യമില്ലാതെ വെറുതെ കുറ്റം പറഞ്ഞും ദുഷിച്ചും അതിനും ഇതിനുമായിട്ട് നമ്മുടെ പണം ചവറുകളായിട്ട് കളയണത്. ഇന്ന് നമുക്ക് ആത്മഭാരം ഇല്ലാത്തതുകൊണ്ടാണ് ദൈവരാജ്യ വേല ചെയ്യുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാകാതെ നമ്മുടെ ഇടവകയിൽ നിന്ന് ആരെങ്കിലും ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കോ വീട് സന്ദർശനത്തിനോ ഹോം മിഷനോ എന്തെങ്കിലും ഒരു ദൈവരാജ്യ വേലയ്ക്ക് പോയാൽ ആ ദൈവരാജ്യ വേലക്കാരനെ ദുഷിച്ചും ഇകഴ്ത്തിയും ഇടിച്ചും കുത്തിയും അതിനെ നശിപ്പിച്ച് അതിനായിട്ട് അടിവേരുകൂടെ പറിച്ചു കളയണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മഭാരം നമുക്ക് കിട്ടിയാൽ, എങ്ങനെയെങ്കിലും 10 ആത്മാക്കളെ നേടുന്ന ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അതിനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ, എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാൻ, എങ്ങനെയെങ്കിലും അതിനൊരു ആശ്വാസം കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ വലിയൊരു ഐക്യം തോന്നും, വലിയൊരു ഹൃദയ ഐക്യം തോന്നും. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ഒരു രാജ്യം, ആ രാജ്യത്തെ രാജാവിൻ്റെ പേരാണ് ആഹാബ്. ആ രാജ്യം പട്ടിണി കൊണ്ട്, വലിയ ക്ഷാമം കൊണ്ട്, ക്ഷാമത്തിൻ്റെ പിടിയിലമർന്ന് പട്ടിണി കൊണ്ട് മൂടപ്പെട്ട രാജ്യമാണ് ആഹാബിൻ്റെ രാജ്യം. അവിടുത്തെ അമ്മമാരെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ വൈകുന്നേരം അമ്മമാർ മീറ്റിംഗ് കൂടും. എന്നിട്ട് പറയും, ഇന്ന് നിൻ്റെ കുട്ടീനെ വേവിച്ച് തിന്നാം, നാളെ ഇന്ന ചേട്ടത്തിയുടെ കുട്ടീനെ വേവിച്ച് കഴിക്കാം. അങ്ങനെ കരുണാമയികളായ സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം മക്കളെ വേവിച്ച് തിന്നുന്ന കാലം, അത്രയും പട്ടിണി ആ രാജ്യത്ത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ രാജാവ് ആഹാബിൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ എന്തായിരുന്നു? എൻ്റെ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലാണല്ലോ, എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിക്കണമല്ലോ, അവർക്ക് കുടിവെള്ളം ഇല്ലല്ലോ. ഇതാണോ രാജാവിൻ്റെ ഉത്കണ്ഠ? എന്താ രാജാവ് ആ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്? രാജാവ് ഒബാദിയയോട് പറഞ്ഞു. ഒബാദിയ മന്ത്രിയാ, മുഖ്യമന്ത്രി, അതായത് ഒരാൾ രാജാവാണെങ്കിൽ പിന്നെ അടുത്തയാൾ പ്രധാനമന്ത്രിയാണല്ലോ. പ്രധാനമന്ത്രിനെ വിളിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ചീഫ് ആളെ വിളിച്ച് പറയുകയാണ്. എന്താ പറയണത്? ഒബാദിയോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക, കുതിരകളെയും കോവർ കഴുതകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ല് കിട്ടിയെന്ന് വരാം, മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ. അന്വേഷണ സൗകര്യത്തിനായി രാജ്യം 2ആയി വിഭജിച്ചു. ആഹാബ് ഒരു വഴിക്കും ഒബാദിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു.
എന്താ കാര്യം? ഈ രാജാവിന് ജനങ്ങളുടെ നാശത്തിൽ തെല്ലും ഭാരമില്ല, ജനങ്ങളുടെ നാശത്തിൽ തെല്ലും വേദനയില്ല. രാജാവിൻ്റെ മുഖ്യ വിചാരം എൻ്റെ കഴുതയ്ക്ക് ലേശം ഉണക്കപ്പുല്ലാണെങ്കിലും ചില ഉണക്കപ്പുല്ലെങ്കിലും വെട്ടിയെടുക്കണം എന്നാണ് രാജാവിൻ്റെ വിചാരം. ഇതുപോലെയാണോ ഇന്ന് വിശ്വാസികളായ നമ്മുടെ മനസ്സ്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും ചിന്തിക്കണം. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റും വിശ്വാസം നശിക്കുമ്പോൾ, നിങ്ങളുടെ ചുറ്റും പ്രാർത്ഥന ഇല്ലാതാകുമ്പോൾ, നിങ്ങളുടെ ചുറ്റും വിശുദ്ധി താഴ്ന്നു പോകും, വിശുദ്ധി ഇല്ലാതാകുമ്പോൾ, പാപം പെരുകുമ്പോൾ, യുവജനങ്ങളും കുട്ടികളും ദൈവത്തെ അകന്ന്, പ്രാർത്ഥന അകന്ന്, സഭാ കാര്യങ്ങൾ അകന്ന്, കൂദാശികൾ ഇല്ലാതായി വെറും ലോകപ്രകാരം ജീവിക്കുന്ന മക്കളായി നമ്മുടെ യുവജനങ്ങളും കുട്ടികളും നമ്മുടെ ദേശവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖ്യ വിചാരം ഈ കഴുതയ്ക്ക് ഉണക്കപ്പുല്ല് തേടിപ്പോയ ആ രാജാവിൻ്റെ അതേപോലെയാണോ? നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി നിങ്ങൾ ഏറെ വിതച്ച് നിങ്ങൾക്ക് ഒന്നും ഗുണപ്പെടാത്തതിൻ്റെ ഒരു കാരണം യെരമ്യാ 48:10 പറഞ്ഞില്ലേ? കർത്താവിൻ്റെ വേലയിൽ അലസനായ കുടുംബം, അലസനായ വ്യക്തി, അലസനായ ശബ്ദൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, പാട്ട് പാടാനുള്ള കഴിവ്, സംഘടിപ്പിക്കാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്. എനിക്കൊന്നും പ്രസംഗിക്കാൻ കഴിവില്ല. എൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ അന്ന് എനിക്ക് ആത്മാക്കളെ നേടണം എന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആത്മഭാരം വരാൻ തുടങ്ങി. സ്വസ്ഥതയില്ലാതായി, പൊറുതി കെട്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഞാനങ്ങനെ സ്വസ്ഥതയില്ലാതെ നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം അറിയാൻ പാടില്ലായിരുന്നു. അട്ടപ്പാടിയിലൊരു ഇടവക വികാരി, ഒരു വർഷമായുള്ള ഇടവക വികാരിയായിട്ട് ഞാൻ ഒരു 10 മിനിറ്റൊക്കെ കുർബാനയുടെ പ്രസംഗിക്കുന്നല്ലാതെ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാനൊരു ധ്യാനം നടത്തിയാൽ ആ ധ്യാനത്തിന് ഒരു മനുഷ്യൻ വരില്ല. 98 എൻ്റെ സ്ഥിതി അതായിരുന്നു. ഞാനൊരു ധ്യാനം നടത്തിയാൽ 7 പേര് പോലും തികച്ചു വരില്ല. ആ 7 പേര് ധ്യാനം കൂടി കഴിഞ്ഞ് അവസാനം അവർ പറയും, അച്ഛനായിരുന്നു ധ്യാനിപ്പിക്കണാരെങ്കിൽ വരില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോവും. അവസാനം ഞാൻ ചെയ്തത്, ഈ ധ്യാനിപ്പിക്കാൻ കൃപയുള്ള ഏതെങ്കിലും അച്ഛന്മാരെയോ ടീമിനെ വിളിച്ചോണ്ട് വന്ന് ധ്യാനം നടത്തും. ഞാൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആൾക്കാരെ വെക്കും. എനിക്ക് ഒരാഗ്രഹമുള്ളൂ, ഞാൻ പ്രസംഗിക്കണം നിർബന്ധമൊന്നുമില്ല, ആത്മാക്കൾ രക്ഷപ്പെടണം. ആരെങ്കിലും പ്രസംഗിക്കാൻ കഴിവുള്ളവരൊക്കെ കൊണ്ടുവരും, അവരെ പ്രസംഗിപ്പിക്കും. ഞാൻ ആരാധന നടത്താനേ അറിയാൻ പാടില്ല. അപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ ആരാധനയ്ക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. പിന്നെ കുർബാന അർപ്പിക്കും. കുർബാനയുടെ ഇടയിൽ ഒരു 10 മിനിറ്റ് സന്ദേശമൊക്കെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ഒന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതായിരുന്നു തുടക്കത്തിൽ 98 എൻ്റെ സ്ഥിതി. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിച്ചില്ല വിഷയമല്ല. ഞാൻ അപമാനിതനായോ ഇല്ലെന്ന് അന്ന് പുസ്തകമൊക്കെ ചുമന്ന് തലയിലൊക്കെ ചുമന്ന് വീടാതിനെ കൊണ്ടുവന്ന് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒറ്റ വിചാരം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും വിശുദ്ധന്മാരെ കുറിച്ച് ജനങ്ങൾ അറിയണം, എങ്ങനെയെങ്കിലും ബൈബിൾ വീടുകളിലെത്തണം, എങ്ങനെയെങ്കിലും സഭയെ കുറിച്ച് അറിയണം, എങ്ങനെയെങ്കിലും യേശുവിനെ കുറിച്ച് അറിയണം, ജനങ്ങൾ രക്ഷ പ്രാപിക്കണം. എൻ്റെ സമയം മുഴുവൻ അതിനു വേണ്ടിയുള്ളതാണ്, എൻ്റെ ആരോഗ്യം അതിനു വേണ്ടിയുള്ളതാണ്, എൻ്റെ സൽപ്പേര് അതിനു വേണ്ടിയുള്ളത്, എൻ്റെ മുഴുവൻ സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഒരു തിരിച്ചറിവ് കർത്താവ് അങ്ങോട്ട് തന്നു. ചത്തു പണിയെടുക്കാൻ കർത്താവ് ഒരു കൃപ തന്നു. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് അൽമായ സഹോദരങ്ങൾക്ക് ഭയങ്കര ബഹുമാനം തോന്നാൻ കാരണം സന്തോഷ് ടി എന്ന് പറഞ്ഞൊരു ബ്രദർ, കോട്ടയത്ത് ക്രിസ്ത്യൻ. അപ്പോൾ ആ ബ്രദർ ഇതേപോലെ അന്ന് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശുശ്രൂഷയിൽ കൂടുന്ന സമയത്ത് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള ദാഹം എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. സാബു ആറുതൊട്ടി ബ്രദർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേശത്തിന് വലിയൊരു അനുഗ്രഹമാണ്. എത്ര വർഷമായി സഭയോടുള്ള വിശ്വസ്തത വെടിയാതെ സ്നേഹമായിട്ട് സഭയ്ക്ക് വേണ്ടി ഒരു ദാസനെ പോലെ എനിക്ക് സംഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞ പോലെ സുവിശേഷ വേല ചെയ്യും. അതേപോലെ ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം തിരുസഭയുടെ ഉത്തമ സന്താനങ്ങളായി അനേകം അൽമായരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും സുവിശേഷ വേലയ്ക്കായി ബാലികാ ബാലന്മാർ, യുവതി യുവാക്കന്മാർ, ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെ പലരും. പ്രൈസ് ഒന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. സുവിശേഷ വേലയെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തെയും നമ്മൾ ആദരിക്കണം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എത്ര തീക്ഷ്ണതയുണ്ടെങ്കിലും നമ്മുടെ പിതാവിൻ്റെ രൂപത അധ്യക്ഷൻ്റെ നിർദ്ദേശത്തിന് അപ്പുറത്തേക്ക് പോകരുത്. എപ്പോഴും സുവിശേഷ വേലയിലേക്ക് വരുന്ന ഒരാൾ ഓർക്കണം, ഒരാളെ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് ഉണർത്തുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ നയിക്കുന്നതെന്നതിൻ്റെ പ്രകടമായൊരു അടയാളമായിരിക്കും സഭയുടെ സംവിധാനങ്ങൾ. പ്രത്യേകിച്ച് രൂപത അധ്യക്ഷൻ്റെ, ബിഷപ്പിൻ്റെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ട്, അതായത് സഭയുടെ മജിസ്റ്റേറിയത്തിന് കീഴ്പ്പെട്ടുള്ള ശുശ്രൂഷയാണ്
ദൈവരാജ്യത്തിലേക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. യേശു പറഞ്ഞു, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. യേശുവിനോടുകൂടെ ശേഖരിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണത്. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ മനത്തോടത്ത് പിതാവിൻ്റെ കീഴ്, മനത്തോടത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞ് പിതാവിനെ അനുസരിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ സഭയോടൊത്ത് അധ്വാനിക്കുന്നത് എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മനത്തോടത്ത് പിതാവിനോടൊത്ത്, ഓരോരുത്തരും അവരവരുടെ രൂപദാശനോടൊത്ത് സഭയോട് ചേർന്ന് അനുസരണത്തിൽ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യം തകരും, ദൈവരാജ്യം ഉയരും. അനുസരണം സാത്താനെതിരെയുള്ള അതിശക്തമായ ആയുധം. ആത്മാക്കളെ വളരെ വേഗത്തിൽ കൊയ്തെടുക്കാനുള്ള ഏറ്റവും നല്ല കൃപയുടെ ഒരു വഴിയാണ് അനുസരണത്തിൽ സഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. സഭയുടെ യാമപ്രാർത്ഥനകൾ ചെല്ലുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സഭയുടെ മജിസ്റ്റേറിയത്തോട് ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ് എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇറ്റ് ഈസ് വെരി പവർഫുൾ. സുവിശേഷ വേല ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, പിതാവിനോട് നമ്മൾ ഒറ്റയ്ക്ക് തലങ്ങും വിലങ്ങും ഒരു 10,000 വർഷം ചെയ്യുന്നതിനേക്കാൾ ഇഫക്റ്റ് ഉണ്ട് സഭയോട് ചേർന്ന് ഒരു 10 മിനിറ്റ് സുവിശേഷ വേല ചെയ്താൽ. അത്രയും പവർഫുള്ളാണ് സഭയുടെ മജിസ്റ്റേറിയത്തോട് ചേർന്നുള്ള സുവിശേഷ വേല. 2 കരങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ വചനം കേട്ട സർവ്വ മക്കളെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സ്പർശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതകാലത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ആത്മാക്കളെ നേടാൻ പറ്റും. അതിന് വലിയ കഴിവൊന്നും വേണ്ട. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു കഴിവുണ്ടായിരുന്നില്ല. എന്നേക്കാൾ എത്രയോ മിടുക്കന്മാരും കഴിവുള്ളവരും കൃപയുള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദൈവമേ, അങ്ങയുടെ മക്കൾ പാപത്തിൽ തകരുമ്പോൾ ഞാനിവിടെ ഉല്ലസിച്ച് നടക്കാതെ, ഞാനിവിടെ എല്ലാം ശരിയാണ്, എല്ലാം ഭദ്രം എന്ന് പറഞ്ഞ് നടക്കാതെ, എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ആ ഉത്തരവാദിത്വത്തിൽ പങ്കാളിയാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിന് പരിശുദ്ധാത്മാവിനെ എന്നെ മേൽ നിവേശിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ യേശുവേ. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ സർവവും എടുത്തുകൊള്ളുക. കർത്താവേ, ഈ രാത്രി ഞാനിതാ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ചെയ്തിട്ട് ഒന്നും നേരെയാകുന്നില്ല. അധ്വാനിച്ചിട്ട് ഒന്നും ഗുണം പിടിക്കുന്നില്ല. എവിടെ പോയാലും എന്തോ ഒരു കുറവ്, ഒരു മികവ് തോന്നുന്നില്ല. എന്തോ ഒരു ശൂന്യത, ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് എന്തെങ്കിലും ചെയ്താൽ നിങ്ങളിലൂടെ ദൈവം കൂടുതലായി പ്രവർത്തിച്ച് അനേകം ആത്മാക്കളെ നേടും. ഒരു കൊന്ത ചൊല്ലിയാൽ, ഒരു ഉപവാസം എടുത്താൽ, ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, ഒന്ന് കരഞ്ഞ് അപേക്ഷിച്ചാൽ കർത്താവ് സഹായിക്കും. വിലാപത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സിയോന്റെ അമൂല്യരായ മക്കള്, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെയും പൊന്നിന്റെയും വിലയുള്ളവർ,
കുശവന്റെ കളിമൺ പാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു, ഉള്ളം തകർന്നിടും യേശുവേ. പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു, ഉള്ളം തകർന്നിടും യേശുവേ. ലോകം മുഴുവനും പാപത്തിൻ മോഹത്തിൻ നാശത്തിൻ ഭീതിയിൽ നീങ്ങിടുന്നു. ഉള്ളം തകരുന്ന കുമ്പരമോടെ ആത്മാക്കൾക്കായിതാ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും പാപത്തിൻ മോഹത്തിൻ നാശത്തിൻ ഭീതിയിൽ നീങ്ങിടുന്നു. ഉള്ളം തകരുന്ന നൊമ്പരമോടെ ആത്മാക്കൾക്കായിതാ പ്രാർത്ഥി. രണ്ട് കരങ്ങൾ ഉയർത്തി ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. വിശ്വാസത്തോടെ ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവവും എടുത്തുകൊള്ളുക. സർവവും എടുത്തുകൊള്ളുക. രണ്ട് കരങ്ങൾ ഉയർത്തി ജീവിതം പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. വിളിക്കപ്പെടുമ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല. പാപിയോ പുണ്യവാനോ എന്ന് വിഷയമല്ല. അനേകം ദൈവരാജ്യ വേലക്കാർ വിളിക്കപ്പെട്ടപ്പോൾ പുകവലിക്കുന്ന അവസ്ഥയിലും മദ്യപിക്കുന്ന അവസ്ഥയിലും ലോകപ്രകാരമായിരുന്നു. അഗസ്തീനോസ് പാപത്തിന്റെ വലിയ അവസ്ഥയിൽ കടന്നപ്പോഴാണ് റോമാലേഖനം 13-ാം അധ്യായം 12-13 വാക്യങ്ങൾ, ഇതാ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കാൻ സമയമായി, പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. അദ്ദേഹം പാപ അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഈ വചനം കേട്ടത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പിന്തിരിപ്പിച്ചു. അദ്ദേഹം വലിയൊരു ദൈവരാജ്യ വേലക്കാരനായി മാറി. സാവൂൾ, അതുപോലെ ഓരോരുത്തരും പ്രിയപ്പെട്ട ദൈവമക്കളെ വിളിക്കപ്പെടുമ്പോൾ ഏത് അവസ്ഥയിലാണോ അവിടെ നിന്ന് നീ നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കുക. നിന്റെ ആത്മാവിനെ കർത്താവിന് വിട്ടുകൊടുക്കുക. നിന്റെ കുടുംബം പരിശുദ്ധാത്മാവിനെ പ്രതിഷ്ഠിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധീകരിക്കും. ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തും. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ഭവനത്തെ സമർപ്പിച്ച്, ഹൃദയത്തെ സമർപ്പിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഒരുമിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. സ്പർശിക്കണമേ. അനേകം വചന ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ. അനേക അപ്പോസ്തലന്മാരെ ഉയർപ്പിക്കണമേ. അനേക തിരുസഭാ ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ. യേശുവിന്റെ സാക്ഷികളെ ഉയർത്തണമേ. വ്യത്യസ്ത പ്രാർത്ഥന വീരന്മാരെ ഉയർത്തണമേ. ദൈവരാജ്യ വേലയ്ക്കുള്ളവരെ വിളിക്കണമേ. വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കണമേ. സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടി ദൈവവിളി നൽകണമേ. സഭയെ ഉണർത്തണമേ. ഇടവകളെ ഉണർത്തണമേ. യുവജനങ്ങളെ ഉണർത്താനുള്ള ശുശ്രൂഷകരെ വിളിക്കണമേ. ബാലിക ബാലന്മാർക്ക് വേണ്ടി ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ. അത്ഭുത പ്രവർത്തന
വരമുള്ളവരെ ഉയർപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രോഗശാന്തി ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ. രൂപിയേ, വചന വ്യാഖ്യാന വരങ്ങളുള്ളവരെ ഉയർപ്പിക്കണമേ. ശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മീഡിയയിലൂടെ ശുശ്രൂഷയുള്ളവരെ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈശോയുടെ അത്ഭുത നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്.